നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നമുക്കറിയാം മമ്മൂക്കയുടെ വളരെ ആകാംക്ഷയിൽ വളരെ പ്രതീക്ഷയിൽ വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഒരു മമ്മൂക്ക ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഒരു ചിത്രം, അതിന്റെ ടർബോ സിനിമയുടെ അതിന് ഒരുപാട് കാരണങ്ങൾ മറ്റും ഉണ്ട്. കാരണം മറ്റു ഭാഷകളിലെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ സാഹചര്യം ഒരുക്കുന്ന രാജ് പി ഷെട്ടിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള മലയാളത്തിലെ ഒരു എൻട്രി, പിന്നെ സുനിൽ എന്ന് പറയുന്ന തെലുങ്ക് നടന്റെ ഒരു എൻട്രി. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരുപാട് വാനോളം പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ട്രെയിലർ ഇന്നലെ റിലീസായിരുന്നു. എല്ലായിടത്തു നിന്നും തന്നെ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം തന്നെ ആ സിനിമയുടെ ട്രെയിലറിന് കിട്ടിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അതിൻ്റെ അകത്ത് ഈ തുടക്കം മുതൽ അവസാനം വരെയും കാണിക്കുന്ന ഓരോ രംഗങ്ങൾ, ഇപ്പൊ ആദ്യം മമ്മൂക്ക ജോസേട്ടാ എന്നുള്ളൊരു വിളി, അത്തരത്തിലൊക്കെ ടർബോ ജോസ് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിലുള്ള ഒരു ആ ഒരു ഡയലോഗ് ഡെലിവറി, അതുകൂടാതെ കാർ ചേസിങ് കാണിക്കുന്നുണ്ട്, വണ്ടിയും കൊണ്ട് പോകുന്നത്, പിന്നെ അത് കൂടാതെ സ്റ്റണ്ട് മൊത്തം ഒരു ഫുൾ മാസ് മസാല സ്റ്റണ്ടിങ് പടമാണെന്ന് തന്നെ പറയാം. ഫുള്ളും സ്റ്റണ്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ രാജ് പി ഷെട്ടി വെറുതെ അങ്ങ് വന്നു പോവല്ല, KGF പോലെ KGF-ൽ ആ യഷ് വരുന്ന വരവിന് തുല്യമായിട്ടുള്ള ഒരു വരവാണ്. ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ഒരു വില്ലൻ എൻട്രി എനിക്കൊന്ന് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ആ രാജ് പി ഷെട്ടിയുടെ ആ ഒരു ഇറങ്ങി വരുന്ന വരവൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ ഏത് റേഞ്ചിലേക്ക് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ ഓർക്കുന്നത്. ആ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ഒട്ടും ദാരിദ്ര്യം, പൈസ വേണ്ടിടത്തെല്ലാം മുടക്കി നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഡെലിവറി അതിൻ്റെ അകത്ത് ആ സിനിമയിൽ നമുക്ക് ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ വർക്ക്, ഇതിനു മുമ്പൊക്കെ നമുക്ക് ഇതിന്റെ ക്യാമറയെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്കയായിട്ട് ഓരോ ഷോട്ട് തിരിച്ചും മറിച്ചും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ജഗബൊക ഐറ്റം തന്നെയാണ് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ സ്റ്റണ്ടൊക്കെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, മമ്മൂക്കയ്ക്ക് 10-73 വയസ്സാകുന്നു. ഈ 73ാമത്തെ വയസ്സിലും അല്ലെങ്കിൽ 72ാമത്തെ വയസ്സിലും ഇങ്ങനെ ഇത് എന്ത് ഭാവിച്ചാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നത്. ഒരു അത്ഭുത മനുഷ്യൻ തന്നെ. കാരണം ഇത്രയും വയസ്സായിട്ട് ആ സ്റ്റണ്ടിങ്ങിന് വേണ്ടി അത്രയധികം എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്തായാലും തെലുങ്ക് നടൻ നമ്മുടെ സുനിലൊക്കെ വന്ന് ഒരു ഒറ്റ രംഗം ഒരു 1-2 ഷോട്ടേ കാണിക്കുന്നുള്ളതിലും ആ ഒരു ഷോട്ടിലൊക്കെ പക്ക വില്ലന്റെ ആ ഒരു വില്ലനിസം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നേടിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 1-2 മറ്റേ അഞ്ജന നടിയെ കാണിക്കുന്നു, അതൊന്നും അധികം കാണിക്കുന്നില്ല. ഫുള്ള് കാണിക്കുന്നത് ഒരു സ്റ്റണ്ട് സിനിമയുടെ ഒരു ലക്ഷണം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ ഹൈപ്പ് ഈ ട്രെയിലറിലൂടെ നമുക്ക് വന്നു കഴിഞ്ഞു. ഇതിന്റെ വ്യൂസ് ഒക്കെ ആവട്ടെ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെറും 15 മണിക്കൂറും കൊണ്ട് 25 ലക്ഷം 1/4 കോടി ജനങ്ങൾ ഈ ടർബോ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. 1.5 ലക്ഷം ലൈക്കും കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ വർഷം ഏറ്റവും കൂടുതൽ വ്യൂസ് സ്വന്തമാക്കാനായിട്ട് ഈ ട്രെയിലർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയായാലും ഒരു 10-50 ലക്ഷത്തിന് പുറത്തുള്ള വ്യൂസ് മൊത്തത്തിൽ ഇതിന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി പോക്കാമേ, ട്രെൻഡിങ് നമ്പർ 1 ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്ക് പോകുന്നത്. അങ്ങനെ ടർബോ സിനിമ പ്രേക്ഷകർ ഒന്നടങ്ങ് കാത്തിരിക്കുന്ന തരത്തിൽ ഒരു മാസ് മസാല അടിപിടി സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രത്യേകിച്ച് വൈശാഖന് ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ് നല്ല സൂപ്പർ കിടുക്കാച്ച് സ്റ്റണ്ടൊക്കെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ പുതുമുരുകന്റെ അകത്ത് കാണിക്കുന്ന പോലെ എന്തോ ഒരു ട്രാപ്പിൽ ചെന്ന് വിട്ടിട്ട് നിങ്ങൾ എന്തിനു ഇതിന്റെ ചെയ്തു, എന്നെയും കൂടി ഇതിന്റെ അകത്ത് പെട്ടു, ഞാൻ പെട്ടെന്നൊക്കെ ഉള്ള രീതിയിൽ മമ്മൂക്കയുടെ പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് അത് മാത്രമേ ഒരു ഷോ ആയിട്ട് തോന്നിയുള്ളൂ. എനിക്ക് തോന്നുന്നു സ്ഥിരം പാറ്റേണിൽ ഒരു രക്ഷകനായിട്ട് മമ്മൂക്ക അവതരിപ്പിക്കുകയാണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും തന്നെ സംഭവം ട്രെയിലർ ഒരു ഫുൾ കിടുക്കാച്ച് സ്റ്റണ്ട് മൂവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ ക്രിസ്റ്റോഫ് സേവിയറിന്റെ ആ ഒരു ബീജിയമും ബാക്കി എല്ലാം നോക്കുമ്പോൾ മ്യൂസിക്കും എല്ലാം നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ട്രെയിലറിൽ കിട്ടിയെങ്കിലും പക്ഷെ സിനിമയായിട്ട് ഇറങ്ങി കഴിയുമ്പം മെയ് 23 സിനിമ വരുമ്പം അത്തരത്തിലൊരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെയും ഈ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഈ ട്രെയിലറിൽ കാണിച്ച സംഭവങ്ങൾ വല്ലപ്പോഴും ഒന്ന് ഈ മരുഭൂമിയിൽ വെള്ളം വീഴുന്ന പോലെ അവിടെ ഇവിടങ്ങളിലായിട്ട് വല്ലപ്പോഴും ഈ സ്റ്റണ്ടും കാര്യങ്ങളും ആണെങ്കിൽ പടം പൊളിയാനുള്ള സാധ്യതയുണ്ട്. ഇത്രയ്ക്കും ഹൈപ്പ് നമ്മളുടെ മനസ്സിലേക്ക് ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഹൈപ്പിനൊത്ത് ആ സിനിമയുടെ ഒരു പെർഫോമൻസ് ആദ്യം തൊട്ട് അവസാനം വരെയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഉറപ്പാണ് പടം വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എങ്ങാനും ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ ഒരു 400-450 തിയേറ്ററുകൾക്ക് പുറത്തുള്ള ഒരു റിലീസും കൂടെ ഈ മമ്മൂട്ടി കമ്പനിയുടെ ഈ ടർബോ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ, ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഈ വർഷത്തെ സിനിമ എന്ന് പറയുന്ന 6 കോടി രൂപയ്ക്ക് അടുത്ത് മലൈക്കോട്ടെ വാര്യവനായിരുന്നു. അതിന്റെ റെക്കോർഡ് കേരള കളക്ഷൻ തകർക്കാൻ സാധ്യതയുണ്ട്. 60 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നു. അത്തരത്തിൽ അവിടെ എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നാൽ ഒരു 12.5-13 കോടി റേഞ്ചിൽ ഓപ്പണിംഗ് ഡേയിൽ കളക്ഷൻ തരാനുള്ള മാരക ഐറ്റം തന്നെ, കൊടൂര ഐറ്റം തന്നെ, തീപ്പൊരി മാസ് മസാല ഐറ്റം തന്നെ നമുക്ക് ട്രെയിലറിലൂടെ കിട്ടിയിട്ടുണ്ട്.
എല്ലാം കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നാൽ ചിലപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസം കൊണ്ട് തന്നെ 50-60 കോടി റേഞ്ചിലേക്ക് കളക്ഷൻ വരികയും 100 കോടിയല്ല 150 കോടിയും നേടാനുള്ള സാധ്യത ഇപ്പോഴും ഈ ട്രെയിലർ റിലീസിലും നമുക്ക് തന്നിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ പോകുന്നുള്ളത്. കാര്യമായിട്ടൊരു ശത്രു ഉള്ളത് ഗുരുവായൂർ അമ്പലനടയിൽ മാത്രമാണ്. മറ്റ് വലിയ സിനിമകളൊന്നും തന്നെ അടുത്തൊന്നും റിലീസിന് വരാത്തതും ഈ സിനിമയ്ക്ക് അനുകൂലമാണ്. എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ.